ദക്ഷൻ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. അതിലേറ്റവും അത്ഭുതമായത് വെള്ളപ്പുലിയാണ്. വെള്ളപ്പുലിയെ കാണുന്നത് തന്നെ വളരെ അത്ഭുതമാണ്. പക്ഷെ കാട് വഴി പോകുന്ന ഏതൊരു പെൺകുട്ടിയായാലും ആ വെള്ളപ്പുലിയെ പെട്ടെന്ന് തന്നെ കാണും. വെള്ളപ്പുലി വരുന്നുണ്ട്, ഓടിക്കോ ഓടിക്കോ, അയ്യോ ഓടിക്കോ ഓടിക്കോ. കാട്ടിനരികിലുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാർ പോലും വെള്ളപ്പുലിയെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് പേടിക്കും. ഈ വെള്ളപ്പുലികള് എപ്പോഴും പെണ്ണുങ്ങളുടെ കണ്ണിലാണല്ലോ കാണപ്പെടുന്നത്. ആർക്കറിയാനാ, അതൊരു പക്ഷെ പെണ്ണുങ്ങളെ മാത്രം ഇഷ്ടമായിരുന്നെങ്കിൽ. ഇല്ല, വേറെന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇതുവരെ അത് ഒരു പെണ്ണിനെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളുടെ ഈ വെള്ളപ്പുലിനെ പറ്റി രാജാവിന്റെ അടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. തീർച്ചയായും. ഗ്രാമത്തിലുള്ള കുറെ ആളുകൾ കൂടി രാജാവിനെ കാണാനായി ചെന്നു. മഹാരാജാവേ, ഈ വെള്ളപ്പുലിനെ വെച്ചിട്ട് നാട്ടുമക്കളൊക്കെ വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. ദിവസവും അത് ഗ്രാമത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കേണ്ടത്. വെള്ളപ്പുലിയോ? വല്ലാത്ത അപൂർവമായ മൃഗമാണല്ലോ. ഇത് തീർച്ചയായിട്ടും എന്റെ അടുത്ത് തന്നെ അതുണ്ടാവണം. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നവും ഒറ്റ തീർത്തു തരാം. വളരെ നന്ദിയുണ്ട് മഹാരാജാവേ. ഗ്രാമത്തിലെ ആളുകൾ ഇത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അടുത്ത ദിവസം മുതൽ കാട്ടിൽ വെള്ളപ്പുലിയെ തേടാനുള്ള പണി തുടങ്ങി. ഭടന്മാർ എല്ലാ സ്ഥലത്തും വെള്ളപ്പുലിയെ തേടിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാത്രി ഭടന്മാർ കാട്ടിൽ തന്നെ താമസിച്ചു. ഇതുവരെയ്ക്കും വെള്ളപ്പുലി എവിടെയും കണ്ടിട്ടില്ലല്ലോ. ശരിക്കും ഇതുപോലെയുള്ള ഒരു വെള്ളപ്പുലി ഉണ്ടാവും തോന്നുന്നില്ല. ശിപ്പായി ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ആ വെള്ളപ്പുലി വന്നു. വെള്ളപ്പുലി! ഇത് കേട്ടതും എല്ലാ ഭടന്മാരും വെള്ളപ്പുലിയെ നോക്കി ഓടാൻ തുടങ്ങി. ഭടന്മാർ ആ വെള്ളപ്പുലിയെ പിടിച്ചു, എന്നിട്ടൊരു കൂട്ടിലിട്ട് അടച്ചു വെച്ചു. വെള്ളപ്പുലി കുടുങ്ങിപ്പോയി. ഭടന്മാർ ആ വെള്ളപ്പുലിയെ എടുത്തുകൊണ്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. വെള്ളപ്പുലിയെ കണ്ടതും തന്നെ രാജാവിന്റെ മുഖത്തിൽ ചിരി വന്നു. ഓ, ഇതാണ് കാര്യം. ഇനി ആ അതിശയ വിലങ്ക് എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. മഹാരാജാവേ, ഞാനൊരു അതിശയ പുലി മാത്രമല്ല, ഒരു ശാപവും പെട്ടവനാണ്. ഇതെങ്ങനെ സാധ്യമാണ്? ഇതെങ്ങനെ പുലി സംസാരിക്കുന്നുണ്ടല്ലോ? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റും. ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു മനുഷ്യൻ തന്നെയാണ്. ഒരു രാജകുമാരനാണ്. രാജകുമാരനോ? ദക്ഷിണ എന്ന രാജ്യത്തിൽ ഞാൻ രാജകുമാരനാണ്. എന്റെ വിചാരം വളരെ തെറ്റായിരുന്നു. ഞാൻ ഭംഗിയുള്ള എല്ലാ പെണ്ണിനെയും കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഞാൻ കാട്ടിൽ ഒരു സുന്ദരിയായ മന്ത്രവാദിയെ കണ്ടിരുന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് പോയപ്പോൾ, സുന്ദരി, ഞാൻ ദക്ഷത്തിലുള്ള രാജകുമാരനാണ്. നിന്റെ സുന്ദരമായ ഈ മുഖം എന്നെ കൊണ്ട് മറക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നെ കല്യാണം ചെയ്തോട്ടെ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ ദക്ഷശീലയുടെ രാജകുമാരനാണോ? ഇതിനകം തന്നെ നിനക്ക് ഒരുപാട് ഭാര്യമാർ കാണുമല്ലോ. 15 ഭാര്യകളുണ്ട്. അതുമാത്രമല്ലാതെ എല്ലാവർക്കും എന്നെ വളരെ ഇഷ്ടവുമാണ്. അവരാരും നിന്നോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിച്ചതല്ല, നിന്നോടുള്ള പേടി കൊണ്ടാണ് നിന്നെ കല്യാണം കഴിച്ചത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ അവരൊക്കെ എങ്ങനെ കല്യാണം ചെയ്തോ അതുപോലെ തന്നെ നിന്നെയും ഞാൻ കല്യാണം ചെയ്യും. തീർച്ചയായും. ആ മന്ത്രവാദിയായ പെണ്ണ് അവൾ മന്ത്രം ചൊല്ലി എന്നെ ഒരു വെള്ളപ്പുലിയായിട്ട് മാറ്റിക്കഴിഞ്ഞു. മന്ത്രവാദി പെണ്ണെ, നിന്റെ ശാപം എൻ്റെ അടുത്ത് പിൻവലിക്കൂ. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. ഇത് നിനക്ക് കിട്ടിയ ശാപമാണെന്ന് കരുതണ്ട. ഇത് ഞാൻ നിനക്ക് നൽകിയ വരമാണ് രാജകുമാരാ. ഏത് പെണ്ണാണോ നിന്റെ ഈ രൂപം കണ്ട് പേടിക്കാതിരിക്കുന്നത്, അവളായിരിക്കും നിന്റെ യഥാർത്ഥ ഭാര്യ. അതിനുശേഷം മഹാരാജാവേ, അന്ന് തൊട്ട് എൻ്റെ ജീവിതം തുലച്ചിട്ട് ഞാൻ കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു. ഏത് പെണ്ണും എന്നെ കണ്ടാൽ അവർ പേടിച്ച് അപ്പം തന്നെ ഓടിക്കളയും. നിങ്ങളാണ് എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് രക്ഷിക്കേണ്ടത്. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം മുഴുവനും ഇങ്ങനെ പുലി പോലെ തന്നെ ഞാൻ ജീവിക്കേണ്ടി വരും. ശരി രാജ്കുമാർ, നീ പറഞ്ഞ ഈ കഥയിൽ കുറെ കാര്യങ്ങൾ ഞാനും പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ശക്തി കൊണ്ട് എല്ലാം നമുക്ക് തന്നെ ആവണമെന്ന് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം. അത്യാഗ്രഹപ്പെടുന്നത് തെറ്റാണ്. ഇന്ന് മുതൽ ഞാൻ എൻ്റെ നാട്ടുമക്കൾക്ക് വേണ്ടി ഞാൻ ആലോചിക്കാൻ പോവുകയാണ്. നന്ദിയുണ്ട് രാജ്കുമാർ. ഇനി മുതൽ ഞാൻ എങ്ങനെ ചെയ്യണം ഞാൻ നോക്കിക്കോളാം. ശിപ്പായി ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭടന്മാർ അവിടേക്ക് വന്നു. അത്യാഗ്രഹപ്പെടുന്നത് തെറ്റാണ്. ഇന്ന് മുതൽ ഞാൻ എൻ്റെ നാട്ടുമക്കൾക്ക് വേണ്ടി ഞാൻ ആലോചിക്കാൻ പോവുകയാണ്. നന്ദിയുണ്ട് രാജ്കുമാർ. ഇനി മുതൽ ഞാൻ എങ്ങനെ ചെയ്യണം ഞാൻ നോക്കിക്കോളാം.
നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം തിരിച്ചു കിടക്കുന്നു ഞാൻ വിചാരിക്കുന്നു. നന്ദിയുണ്ട് മഹാരാജാവേ. രാജാവ് ആ വെളുത്ത പുലിയെ വിട്ടയച്ചു. ആ വെളുത്ത പുലി മറ്റൊരു കാട്ടിലേക്ക് പോയി. ഇത്തവണ വെള്ളപ്പുലി ഉത്തർപ്രദേശത്തിലുള്ള ഒരു കാട്ടിലേക്ക് പോയി. അത് മഞ്ഞു നിറഞ്ഞ കാടാണ്. മഞ്ഞ് അധികമായതുകൊണ്ട് പുലിയെ കൊണ്ട് ആ കാട്ടിൽ എളുപ്പത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റി. ഈ കാട്ടിലെങ്കിലും ആ വെള്ളപ്പുലിയെ കൊണ്ട് അതിനെ കണ്ട് പേടിക്കാതെ പെൺകുട്ടിയെ കാണാൻ പറ്റുമോന്ന് നമുക്ക് നോക്കാം. പക്ഷെ എപ്പോഴും എല്ലാ പെൺകുട്ടികളും വെള്ളപ്പുലിയെ കണ്ടതും പേടിച്ചവിടെ നിന്ന് ഓടിക്കളയും. വെള്ളപ്പുലിക്ക് ഒരുപാട് സങ്കടമായി. പിന്നീട് ഒരു ദിവസം രാജകുമാരി സംയുക്ത ആ കാട്ടിലേക്ക് വന്നു. ആ രാജകുമാരി വളരെ ഭംഗിയുള്ളവളും നല്ല കഴിവുള്ളവളുമായിരുന്നു. കാട്ടിനകത്തേക്ക് വന്നതുകൊണ്ട് അവർ കാട്ടിനകത്തേക്ക് ഒരുപാട് ദൂരം അകത്തേക്ക് വന്നു. ഒരുപാട് ദൂരം വന്നതിനു ശേഷം എന്റെ കൂടെ വന്നവരൊക്കെ എവിടെയാ? പിന്നാലെ വരുമെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഈ കാട്ടിന്റെ ഭംഗി വല്ലാതെ രസിക്കാൻ പോവുകയാണ്. രാജകുമാരി സംയുക്ത ആ കുതിരയിൽ നിന്നും താഴെ ഇറങ്ങി ആ മഞ്ഞു കാട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു. അവർ ഓടിക്കൊണ്ടേയിരുന്നപ്പോൾ പെട്ടെന്ന് അവർക്ക് പുലിയുടെ ശബ്ദം കേട്ടു. പുലിയുടെ ശബ്ദം കേട്ടത് തന്നെ രാജകുമാരി സംയുക്തയ്ക്ക് വല്ലാത്ത ആകാംക്ഷ തോന്നി. അവരെങ്ങനെയെങ്കിലും പുലിയെ കാണണമെന്ന് ആഗ്രഹിച്ചു. ഉടൻ തന്നെ അവരുടെ മുമ്പിലേക്ക് ആ വെള്ളപ്പുലി വന്നു. രാജകുമാരി വളരെ ധൈര്യശാലിയാണ്. അവർ ആ പുലിയുടെ നേരെ അമ്പ് ചെയ്തു. പുലി അവിടെ നിന്നും ചാടി നേരെ രാജകുമാരിയുടെ മേലിൽ ചെന്ന് വീണു. അപ്പോഴും ആ രാജകുമാരി അല്പം പോലും പേടിച്ചില്ലായിരുന്നു. ഇത് കണ്ട് വെള്ളപ്പുലിക്ക് ഒരുപാട് സന്തോഷമായി. വെള്ളപ്പുലി രാജകുമാരിയുടെ മുൻപിൽ ചെന്നിരുന്നു. നീ വളരെ നല്ലവനാണല്ലോ. ഒരു പൂച്ചയെ പോലെ ചെന്ന് വളരെ സമാധാനമായിരുന്നു. നിന്നെ പോലെ നല്ല മൃഗങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സംയുക്ത സ്നേഹത്തോടെ ആ വെള്ളപ്പുലിയുടെ തലയിലേക്ക് തലോടി. ഉടൻ തന്നെ ആ വെള്ളപ്പുലി രാജകുമാരനായി മാറി. വളരെ നന്ദിയുണ്ട് രാജകുമാരി. നിങ്ങൾ മാത്രം വന്നിട്ടില്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ വല്ലാതെ ശോകത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ ആരാ? ഞാൻ തക്ഷശിലത്തിലുള്ള രാജകുമാരനാണ്. എനിക്ക് ഒരു മായക്കാരി കൊണ്ട് ഒരു ശാപം കിട്ടിയിരിക്കുന്നതാണ്. രാജകുമാരൻ രാജകുമാരി സംയുക്തയുടെ എല്ലാ കഥകളും പറഞ്ഞു. പക്ഷെ എങ്ങനെയായാലും നിങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാലോ? നിങ്ങൾ എന്നോട് എല്ലാ സത്യവും മറയ്ക്കാതെ പറഞ്ഞിരിക്കുന്നു. വെള്ളപ്പുലി ആയതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പാപവും നശിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു മനുഷ്യനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതം. വളരെ നന്ദിയുണ്ട്. എനിക്ക് നിങ്ങളോട് വളരെ നന്ദിയുണ്ട്. തക്ഷശില രാജകുമാരനും ആ രാജകുമാരിക്കും കല്യാണം വളരെ സന്തോഷത്തോടെ നടന്നു. നിങ്ങൾ എന്റെ കൂടെ എന്റെ രാജ്യത്തിലേക്ക് വരുന്നുണ്ടോ? അതെ, തീർച്ചയായും. തക്ഷശില രാജകുമാരനും പിന്നെ രാജകുമാരി സംയുക്തയും കാട്ടുവഴി കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പോകുന്ന വഴിയിൽ കാട്ടിൽ അവർ അതേ മന്ത്രവാദിനി പെണ്ണിനെ കണ്ടു. വളരെ നന്ദിയുണ്ട് മായാദേവി. നിങ്ങളെ കൊണ്ടാണ് ഞാൻ എന്റെ ജീവിതം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞത്. പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മളെ ആര് ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ അവരാണ് നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അല്ലയോ രാജകുമാര, ഞാൻ ആഗ്രഹിച്ച് നടന്നിരിക്കുന്നു. നീ നിന്റെ രാജ്യത്തെ നല്ല രീതിയിൽ പരിപാലിക്കണം. നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. രണ്ടുപേരും അവരെ വണങ്ങിയിട്ട് സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. തക്ഷശിലയുടെ രാജകുമാരൻ വീണ്ടും തക്ഷശിലയിലേക്ക് എത്തിയിരിക്കുന്നു. വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന് രാജാവിന്റെ പദവിയും ലഭിച്ചു. ഇപ്പോൾ അദ്ദേഹം രാജാവായി മാറിയിരിക്കുന്നു. പിന്നെ സംയുക്ത ഇപ്പോൾ ആ കൊട്ടാരത്തിന്റെ റാണിയുമായി മാറി. ഇതുപോലെ അവർ ആ ജീവിതത്തിൽ നല്ലൊരു പാഠം പഠിച്ചു. വളരെ നല്ല രീതിയിൽ തക്ഷശില രാജ്യം അവർ നോക്കി വന്നു.